ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ നല്ലൊരു പാർപ്പിടം ഉണ്ടാവുക. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. രാപ്പകൽ അധ്വാനിച്ച് അല്പം വിശ്രമിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം ഏതൊരു വ്യക്തിയുടെയും, നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് കെട്ടുറപ്പുള്ള, അടച്ചുറപ്പുള്ള നല്ലൊരു ഭവനം ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന് ഈ ഭവൻപണിയുടെ പൂർത്തിയാകുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള കരുണ തീർച്ചയായിട്ടും ഈ ഭവനം അല്ലെങ്കിൽ ഇവിടെ വസിക്കാൻ പോകുന്ന മേൽച്ചേച്ചിയും അലീന എന്ന പ്രിയപ്പെട്ട മകളും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭവനമണി ആരംഭിച്ച നിമിഷം മുതൽ ഈ ഭവനമണി ഇപ്പോൾ ഈ പൂർത്തിയാകുന്ന ഈ സമയം വരെ ഇതിന് പിന്നിൽ ഒത്തിരിയേറെ പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അയൽവക്കക്കാര്, ബന്ധുമിത്രാദികള്, കൂടെയുള്ള കൂടപ്പുറത്തുകൾ, അങ്ങനെ ഒത്തിരിയേറെ പേരുടെ അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായിട്ടായിരിക്കാം ഈ ഭവനമണിയുടെ പൂർത്തിയായിരിക്കുക. ദൈവത്തിന് അനന്തമായിട്ടുള്ള കാരുണ്യത്തിന് നന്ദി പറയാം. അതോടൊപ്പം ഈ ഭവനം ഇങ്ങനെ മനോഹരമാക്കാൻ, ഇങ്ങനെ പൂർത്തീകരിക്കാൻ ഇവിടെ വന്ന തൊഴിലാളികള്, ജോലിക്കാര്, അവരുടെയും കഠിനമായ പ്രയത്നത്തിന്റെയും ഫലമാണല്ലോ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഭവനം ഉപയോഗിക്കുക. എല്ലാത്തിനും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ഇനി തുടർന്നുള്ള ഈ ഭവനത്തിലുള്ള വാസം, ഈ ഭവനത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആയിട്ടുള്ള ഒരു ഭവനമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിന്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെല്ലാവരുടെ ആയിരിക്കുമ്പോൾ ഈ കുടുംബത്തിൽ വസിക്കാൻ പോകുന്ന ചേച്ചിയും അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത നിയോഗങ്ങളെയും ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീടിന്റെ ആശീർവാദ കർമ്മത്തിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നാണ് ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസപനവും കുരിശമരണവും ഉത്ഥാനം വഴി ഞങ്ങൾ വീണ്ടെടുത്ത ദൈവമക്കളാക്കുകയും മിശിഹായെ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന തിരുഹൃദയത്തിന്റെയും ഔസേപിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുടുംബത്തിന്റെയും ഈ രൂപങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപങ്ങൾ ഞങ്ങൾ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ എന്നാണ് ചെയ്ത മിശിഹായെ അങ്ങയുടെ മക്കൾ നിരന്തരം അണിയുവാൻ ഈ രൂപങ്ങൾ ഞങ്ങൾക്ക് പ്രേരണയാകട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്ന പ്രത്യേകിച്ച് ഈ കുടുംബാംഗമായിട്ടുള്ള മേൽച്ചേച്ചിയുടെയും അലീനയുടെയും എല്ലാ യാചനകളും നിയോഗങ്ങളും സ്വീകരിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരദീസമായ വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ചൊല്ലിത്തരുന്ന സങ്കീർത്തനത്തിന് മറുപടിയായി കർത്താവ് എന്റെ ഇടയിലാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മറുപടി പറയാം. കർത്താവ് എന്റെ ഇടയിലാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിരിച്ച പുസ്തകങ്ങളിൽ അവിടെ നിന്ന് മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കും. അവിടെ നിന്റെ കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടത്തുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവില്ലെന്ന ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നമുക്ക് നിങ്ങൾ സർവ്വത്തിൽ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കുമെന്ന് മിശിഹായും അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം ഏതൊരു ക്രൈസ്തവ ജീവിതത്തിന്റെയും ഏറ്റവും വലിയൊരു അടയാളമാണല്ലോ. തിരുവചനം കേൾക്കാനും ശ്രവിക്കാനും വായിക്കാനും അതനുസരിച്ച് വചനാനുസൃതമായ ജീവിതം നയിക്കാനും നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബൈബിൾ കൃത്യമായി പ്രതിഷ്ഠിക്കുമ്പോൾ ഈ തിരുവചനം ഈ പ്രിയപ്പെട്ട മേരി ചേച്ചിക്കും ഈ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മകൾ അലീനയ്ക്കും ഈ തിരുവചനം അനുസരിച്ച് എന്നും ജീവിക്കാനുള്ള വലിയ കൃപാവനം നൽകണമെന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ഗ്രന്ഥം കൃത്യമായിട്ട് ചുംബിക്കുമ്പോൾ ഇതിന്റെ വിശുദ്ധിയും പവിത്രതയും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും മനസ്സിലാക്കാനും കൃപ നൽകണമെന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവാനോ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുമെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലെ തന്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും